ഹേയ് ഓൾ, അസ്സലാമു അലൈക്കും. ഈ ഒരു വീഡിയോയിൽ ഏതെങ്കിലും ഒരു പോയിന്റ് നിങ്ങളുടെ മനസ്സിൽ തട്ടിയാൽ ഈ ഒരു വീഡിയോ കാണുന്നത് വെറുതെ ആവില്ല. സോ ഫസ്റ്റത്തെ കാര്യമാണ്, അടഞ്ഞ എല്ലാ വാതിലുകളും അള്ളാഹുവിൻ്റെ നിഷേധമല്ല, ചിലത് അവൻ്റെ സംരക്ഷണമാണ്. നമുക്കെല്ലാവർക്കും ആഗ്രഹങ്ങൾ ഉണ്ടാവാറുണ്ടല്ലേ? അങ്ങനെ ചില ആഗ്രഹങ്ങൾ നടക്കും, ചില ആഗ്രഹങ്ങൾ നടക്കില്ല. സോ അങ്ങനെ നമ്മളുടെ ആഗ്രഹങ്ങളൊക്കെ നടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ അള്ളാഹുവിനോട് എന്തെങ്കിലും കാര്യത്തിന് ഒരുപാട് ദുആ ചെയ്തിട്ടുണ്ടാവും. പക്ഷേ അത് ചിലപ്പോൾ നടന്നിട്ടുണ്ടാവില്ല. അപ്പോൾ നമുക്ക് തോന്നും, എന്തുകൊണ്ടാണ് അള്ളാഹു എൻ്റെ ദുആ സ്വീകരിക്കാത്തത്? പക്ഷേ ലൈഫിൽ എപ്പോഴെങ്കിലും നമ്മൾ പിന്നോട്ട് നോക്കുമ്പോൾ മേ ബി നമുക്ക് തോന്നിയേക്കാം ആ ഒരു കാര്യം നടക്കാതിരുന്നത് നന്നായി എന്നുള്ളത്. അങ്ങനെ നമ്മളുടെ ചില ആഗ്രഹങ്ങൾ നടക്കാത്തത് മേ ബി അള്ളാഹു നമ്മളെ അതിൽ നിന്ന് സംരക്ഷിക്കുന്നതായിരിക്കാം. അല്ലെങ്കിൽ നമ്മൾക്ക് ബെസ്റ്റ് എന്താണോ അത് തരാൻ വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനിലായിരിക്കാം. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം നിങ്ങൾക്ക് നന്മയായിരിക്കാം. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം നിങ്ങൾക്ക് ദോഷമായിരിക്കാം. അള്ളാഹു അറിയുന്നു, നിങ്ങൾ അറിയുന്നില്ല. സൂറത്തുൽ ബഖറയിലെ ആയത്താണിത്. മേ ബി നമ്മൾ കാണാത്ത ദോഷത്തിൽ നിന്ന് അവൻ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതായിരിക്കും. രണ്ടാമതായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്, ആളുകൾ നമ്മളെ എങ്ങനെ കാണുന്നു എന്നതല്ല, അള്ളാഹു നമ്മളെ എങ്ങനെ കാണുന്നു എന്നതാണ് പ്രധാനപ്പെട്ടത്. മേ ബി എല്ലാവരും നമ്മളെ മനസ്സിലാക്കണമെന്നില്ല, എല്ലാവരും നമ്മളെ ഇഷ്ടപ്പെടണമെന്നില്ല. പക്ഷെ അതത്ര പ്രശ്നമല്ല. നമ്മളെല്ലാവരും തൃപ്തിപ്പെടുത്തി ജീവിക്കാൻ നോക്കിയാൽ പിന്നെ നമ്മൾക്ക് അതിനേ നേരമുണ്ടാവുള്ളൂ. സോ ഒരു മുസ്ലിം എന്ന നിലയ്ക്ക് നമ്മൾ ആൾക്കാരെയും കാട്ടിയും നമ്മൾ അള്ളാഹുവിനെ ഇമ്പ്രസ് ചെയ്യാൻ നോക്കുക, അവൻ്റെ തൃപ്തി നമ്മൾ നേടാൻ നോക്കുക. മൂന്നാമത്തെ പോയിൻ്റാണ്, ഏറ്റവും സന്തോഷമുള്ളവർ എല്ലാം സ്വന്തമാക്കിയവരല്ല, അത് നന്ദിയുള്ളവരാണ്. നമ്മൾ പലപ്പോഴും ചിന്തിക്കും, ഈ ഒരു കാര്യം എൻ്റെ ലൈഫിൽ നേടിയാൽ ഞാൻ ഹാപ്പിയാവും, എനിക്ക് അത് കിട്ടിയാൽ ഞാൻ ഹാപ്പിയാവും. പക്ഷെ ഓരോന്നും നമ്മൾ നേടിയാലും നമുക്കപ്പോൾ തന്നെ വേറെ ആഗ്രഹങ്ങൾ വീണ്ടും വരും. ശരിക്കും നമ്മൾ ആഗ്രഹിച്ച കാര്യം നമ്മൾക്ക് കിട്ടുമ്പോഴല്ല നമ്മൾക്ക് സന്തോഷം ഉണ്ടാകുന്നത്, മറിച്ച് നമ്മൾക്ക് ആ ഒരു കാര്യം നമ്മൾ നേടിയത് കൊണ്ട് നമ്മൾ നന്ദി പ്രകടിക്കുമ്പോഴാണ് നമുക്ക് സന്തോഷം വരുന്നത്. നമ്മൾ ഗ്രേറ്റ്ഫുൾ ആയിരിക്കുക, നമുക്ക് ഉള്ള എല്ലാ കാര്യത്തിലും നമ്മൾ ഗ്രേറ്റ്ഫുൾ ആവുക, അപ്പോഴാണ് നമുക്ക് ഹാപ്പിനെസ് ഉണ്ടാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയുന്നുണ്ട്, നിങ്ങൾ നന്ദി കാണിച്ചാൽ ഞാൻ നിങ്ങൾക്ക് എൻ്റെ അനുഗ്രഹങ്ങൾ ധാരാളമായി വർദ്ധിപ്പിച്ചു തരും. സോ നമ്മളുടെ ഒരു ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള ഒരു മൈൻഡ് ആണെങ്കിൽ, ഒരു നന്ദിയുള്ള മനസ്സാണെങ്കിൽ നമ്മുടെ ജീവിതത്തെ തന്നെ നമ്മൾക്ക് മാറ്റിക്കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ ലൈഫിലൊക്കെ പ്രോബ്ലംസ് ഉണ്ടാവാറുണ്ടല്ലേ, ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. പക്ഷേ ചിലപ്പോൾ അള്ളാഹു നമ്മളുടെ ആ ഒരു പ്രശ്നങ്ങളൊക്കെ മാറ്റുന്നതിന് മുമ്പ് മേ ബി നമ്മളെ തന്നെ ആയിരിക്കും അവ മാറ്റുന്നുണ്ടാവുക. അതായത് ആ ഒരു പ്രശ്നം നടക്കുമ്പോൾ അല്ലെങ്കിൽ അത് മാറുന്നതിന് മുൻപ് നമ്മളുടെ ഉള്ളിൽ ക്ഷമ, ധൈര്യം, അവനിലുള്ള ആ ഒരു വിശ്വാസം, ഇതൊക്കെ വളർത്തിയെടുക്കും. മേ ബി ഏറ്റവും വലിയൊരു അത്ഭുതം നമ്മളുടെ ലൈഫിൽ ആ ഒരു പ്രശ്നം മാറുന്നതല്ല, പക്ഷേ ആ ഒരു പ്രശ്നം കാരണം നമ്മൾ നല്ലൊരു മനുഷ്യനായി മാറുന്നതാണ്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അടുത്തൊരു പോയിൻ്റാണ്, ബി കൈൻഡ് ഓൾവേസ്. നമ്മളെപ്പോഴും കരുണയുള്ളവരായിരിക്കുക. കാരണം നമ്മൾ കാണുന്ന ഓരോ മനുഷ്യനും നമുക്കറിയാത്ത ഓരോ പോരാട്ടത്തിലൂടെ ആയിരിക്കും കടന്നു പോകുന്നത്. എപ്പോഴും ചിരിക്കുന്ന ആൾ രാത്രി കരഞ്ഞുറങ്ങുന്നവരായിരിക്കാം. ദേഷ്യപ്പെട്ട് സംസാരിക്കുന്ന ആൾ അകത്ത് വലിയൊരു വേദനയുമായി ജീവിക്കുന്നവരായിരിക്കാം. സോ ആരെയും നമ്മൾ പുറമേ കാണുന്നത് വെച്ച് നമ്മൾ വിലയിരുത്താൻ പാടില്ല. മേ ബി നമ്മളുടെ നല്ല സംസാരം, നല്ല പെരുമാറ്റം അവർക്കൊരു മരുന്നായേക്കാം. ആറാമത്തെ ഒരു പോയിൻ്റാണ്, നമ്മളെല്ലാവരും നമ്മളുടെ ഭാവി നന്നാക്കുന്നതിൻ്റെ തിരക്കിലാണ്. നമ്മൾ പഠിക്കുന്നു, സ്കിൽസ് ബിൽഡ് ചെയ്യുന്നു, നമ്മളുടെ കരിയർ മെച്ചപ്പെടുത്താൻ നമ്മൾ നോക്കുന്നു. പക്ഷേ ഇതെല്ലാം നേടിയെടുക്കുന്നതിനിടയിൽ നമ്മൾ അള്ളാഹുവിന് പ്രിയപ്പെട്ട മനുഷ്യനായി മാറുന്നുണ്ടോ? ഇതിൻ്റെ കൂടെ നമ്മളുടെ ഈമാനും വളരുന്നുണ്ടോ? നമ്മളുടെ സ്വഭാവം ഇന്നലത്തേതിനേക്കാൾ നല്ലതാവുന്നുണ്ടോ? നമ്മളുടെ ദേഷ്യം കുറയുന്നുണ്ടോ? നമ്മളുടെ ക്ഷമ കൂടുന്നുണ്ടോ? അള്ളാഹുമായിട്ടുള്ള നമ്മളുടെ ബന്ധം ഓരോ ദിവസവും കുറച്ചെങ്കിലും ശക്തമാകുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കണം.
കാരണം നമ്മൾ പലപ്പോഴും ഇങ്ങനെ ചിന്തിക്കാറുണ്ട്, ജോലി കിട്ടിയിട്ട് നന്നായിട്ട് നമസ്കരിക്കാം, ഈ ഒരു തിരക്ക് കഴിഞ്ഞ് ഖുർആൻ ഓതാൻ തുടങ്ങാം, അല്ലെങ്കിൽ കുറച്ച് സെറ്റിലായിട്ട് ദീനിലേക്ക് വരാം എന്നൊക്കെ. പക്ഷേ അള്ളാഹുലേക്ക് തിരിയാൻ ഏറ്റവും നല്ല സമയം നാളെയല്ല, അത് ഇന്നാണ്. നമ്മൾ എത്ര വർഷം ജീവിക്കുമെന്നറിയില്ല, പക്ഷെ ഇന്ന് ഒരു പടി അള്ളാഹുലേക്ക് അടുക്കാൻ നമുക്ക് കഴിയും. നമ്മളുടെ കരിയർ വളരുന്നത് നല്ലതാണ്, നമ്മുടെ ലൈഫ് ഇമ്പ്രൂവ് ആവുന്നത് നല്ലതാണ്. പക്ഷേ അതിനേക്കാൾ മനോഹരമായിട്ടുള്ള ഒരു വളർച്ചയുണ്ട്. അത് അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട ഒരു മനുഷ്യനായി മാറുന്നതാണ്. അതാണ് നമ്മളുടെ ഈ ഒരു ലോകത്തെയും പരലോകത്തെയും യഥാർത്ഥ വിജയം. ഈ ഒരു ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോഴും നമ്മളുടെ ഹൃദയം അള്ളാഹുലേക്ക് ചേർന്നിരിക്കണം. ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുൻപ് ഇത് മാത്രം നിങ്ങൾ ഓർക്കുക, നമ്മളുടെ ഈ ഒരു ലൈഫ് മനോഹരമായിരിക്കണം അല്ലെങ്കിൽ പെർഫെക്റ്റ് ആയിരിക്കണം എന്നില്ല. പക്ഷേ അള്ളാഹുൽ നമ്മൾ തവക്കുൽ വെച്ചാൽ, അവൻ്റെ പദ്ധതിയെ, അവൻ്റെ പ്ലാനിൽ നമ്മൾ വിശ്വസിച്ചാൽ, നമ്മൾ നന്ദിയുള്ള മനസ്സോടെ ജീവിച്ചാൽ, അള്ളാഹുവിനെ ഓർക്കുന്ന ഒരു മുസ്ലിമായി ജീവിച്ചാൽ, നമ്മുടെ ലൈഫിന് വേറെ തന്നെ സമാധാനം നമ്മൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യുക. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അസ്സലാമു അലൈക്കും.